പെക്ക് ഓഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുരുമുളക് കുരുമുളക് തൈകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കർഷകരുടെ ഒരു റിവ്യൂ ആണ്. അവർക്ക് ആ കുരുമുളക് കൊണ്ടുപോയിട്ട് എത്രമാത്രം റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള മുള്ളുപാവൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാവയ്ക്ക കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം. മുരടിച്ച ഒരു കുരുമുളക് തൈയായിരുന്നു അത്. ഇക്കാൻ്റെ യൂട്യൂബ് കണ്ട് ഞാനിങ്ങനെ കയറ്റി കൊടുത്ത് കെട്ടിയതാണ്. പിന്നെ പച്ചില വളവും ഉണ്ടാക്കി. ഇപ്പോൾ കയറ്റി കൊടുത്തിട്ട് കുറച്ചാളായി, ഒരു 3-5 മാസമായി. ഇപ്പോൾ പച്ചില വെള്ളം 2 മാസമായിട്ട് ഉപയോഗിക്കണം. നല്ല വളർച്ചയുണ്ട്, കായ്പെടുത്തുകൊണ്ട്. താങ്ക് യു. മുഹമ്മദ് എനിക്ക് തന്ന കയറ്റവള്ളിയുടെ പേര് മരതകമുണ്ടി എന്നാണ്. എനിക്കത് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളൊരു മരതക തന്നെയാണല്ലോ. എനിക്ക് എന്തൊരു സന്തോഷമായി എന്ന വിചാരം. ഭയങ്കര സന്തോഷമായി മുഹമ്മദ്. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇത്ര സന്തോഷമില്ല. അതിന്റെ ഓരോ മുട്ടിലും തിരിയെ വന്ന് നിക്കണത് എന്തൊരു ഭംഗിയെ കാണാൻ തന്നെ. കുഞ്ഞു തിരി ഓരോ ഇതുമഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടാ ശരിക്കും. അപ്പൊ നിങ്ങളുടെ അവിടുത്തെ ആ ഇനത്തിന് തന്നെ പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് വെറുതെ അല്ല, ഇത്രയും സമൃദ്ധി. നല്ല ഇനങ്ങളാണ് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതൊക്കെ. നന്നായി വരട്ടെ. എന്തായാലും ഇത് മുഹമ്മദ് അലി തന്ന ഒരു കുരുമുളക് തൈയാണ്. അത് കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കുരുമുളക് തൈയാണിത്. നമ്മൾ കുറച്ച് തൈകൾ വാങ്ങണമെന്ന് കരുതിയായിരുന്നു പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതൽ ക്വാണ്ടിറ്റി തരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 2 തൈയാണ് കിട്ടിയത്. ഒരു തൈയാണിത്. ഇതിപ്പോൾ വെച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മളെ ഉയരത്തിൽ പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അദ്ദേഹം ചെയ്യുന്ന ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, ഇതിപ്പോൾ നമ്മളെക്കാൾ ഉയരത്തിലെത്തിപ്പോൾ 3 മാസം കൊണ്ട് ഇതൊക്കെ തിരിയിടാൻ തുടങ്ങി. അപ്പോൾ നല്ലൊരു കൃഷി രീതിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളക്കൂട്ടാണ് ഇതിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുത്തത്. കാർബണിനെ നല്ല മണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിലെ ഏറ്റവും ബേസായ കാര്യം. അതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ കുഴിച്ചിട്ടാണ് ഇതൊന്നും നിലത്തുനിന്ന് പൊങ്ങിയിട്ട് തന്നെ അല്ല. അപ്പോൾ അദ്ദേഹം തരുന്ന തൈകൾ ഒന്നാണെന്ന് പറഞ്ഞിട്ടില്ല, അതിന് തന്നെ എത്രയോ തൈകൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ശാഖകൾ ഉണ്ടായി തുടങ്ങി. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുരുമുളക്. 3 മാസം കൊണ്ട് ഏകദേശം നമ്മളെ ഉയരത്തിൽ പൊങ്ങി. ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ പൊങ്ങി വരുന്നത്. എല്ലാ കമ്പുകളും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ശാഖകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു കുരുമുളക് തൈ ഉണ്ട്. നമ്മൾ കവറിലാണ് വെച്ചിരിക്കുന്നത്. അത് നേരെ നമ്മൾ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഈ ചട്ടിയുടെ അടിഭാഗത്ത് കുറച്ച് കരിയിലപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെടി വെച്ചതിന് ശേഷം മണ്ണോട് കൂടി തന്നെ ആ ചെടി അതുപോലെ തന്നെ ഈ ചട്ടിയിലേക്ക് ഇറക്കി വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ കരിയിലപ്പൊടിയും മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതം പോട്ടി മിക്സ് നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കാൻ നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഒരു കോല് നാട്ടിയിട്ട് അതിലേക്ക് ഈ കുരുമുളകിൻ്റെ ശാഖകൾ ഓരോന്നും നമ്മൾ ഈ ഒരു കമ്പിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ വീണ്ടും കൂടുതൽ ശാഖകൾ ഉണ്ടായിട്ട് അതിൽ തിരികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറ്റിക്കുരുമുളകിനെ നമുക്ക് വലിയൊരു കുരുമുളകിൻ്റെ ട്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇത് കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കണം. രാവിലെയോ വൈകുന്നേരമോ ആയിട്ട് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിനെക്കുറിച്ച് വെള്ളം ആവശ്യമുള്ള ഒരു കൃഷിയാണ് ഈ ബുഷ് പെപ്പർ എന്ന് പറയുന്നത്. അത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണെങ്കിൽ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുരുമുളക് വിളവെടുക്കാൻ സാധിക്കും.
ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്കയുടെയും മാംഗോസ്റ്റിൻ്റെയും വിശേഷങ്ങളാണ്. മുള്ളുപാവൽ എന്നാണ് ഇതിൻ്റെ പേര്. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വടയാണിത്, പാവയ്ക്ക വട. ഒട്ടും തന്നെ കയ്പില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് രീതിയിലും നമുക്കത് പാചകം ചെയ്തെടുക്കാം. ഇത് മാംഗോസ്റ്റേ ആണെങ്കിൽ മാംഗോസ്റ്റേ ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പഴുക്കുന്നതിനനുസരിച്ച് പറിച്ച് വെക്കലാണുള്ളത്. ഈ മാംഗോസ്റ്റിന് ഇതിൻ്റെ പുറമേയുള്ള ആ ഒരു സ്കിന്ന് നല്ല രീതിയിൽ ഒരു ഡാർക്ക് മെറൂൺ കളർ ആകുമ്പോൾ മാത്രമേ നമ്മളിത് കഴിക്കാൻ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ അത്രയും സ്വീറ്റ്നെസ് കിട്ടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒക്കെ പറിച്ച് കുറച്ച് എടുത്ത് വെച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കഴിക്കൽ. അപ്പോൾ നല്ല രീതിയിൽ പഴുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിക്കുന്നത്. ഈ മാംഗോസ്റ്റിൻ്റെ പുറം ഭാഗത്തായിട്ട് ഒരു ഈ ഒരു ഷേപ്പിൽ ഇതളുകളായിട്ട് ഇങ്ങനെ കാണാം. ഇവിടെ ഇപ്പം 5 ഇതളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അല്ലികളുടെ എണ്ണവും 5 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. എന്തായാലും മാംഗോസ്റ്റിനെല്ലാം പറിച്ചു. ഇനി നമ്മൾ പാവയ്ക്ക പറിക്കാൻ പോവാണ്. പാവയ്ക്കൊക്കെ പറിച്ചിട്ട് നമ്മളിത് കൊണ്ട് പാവയ്ക്ക വട ഉണ്ടാക്കാൻ പോവാണ്. ഈ പഴുത്ത പാവയ്ക്കകൾ നമ്മൾ കറി വെക്കാനും അതുപോലെ റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കൽ. ഈ പാവയ്ക്കൊക്കെ ഒട്ടും തന്നെ കയ്പില്ലാത്തത് കാരണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പാവയ്ക്കയെ നമുക്ക് പാചകം ചെയ്തെടുക്കാം. ഇത് അധികം മൂക്കാത്ത ടൈപ്പ് പാവയ്ക്ക എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാവയ്ക്ക ആദ്യം കഴുകി ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം ഇതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അതുപോലെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ നമ്മൾ പക്കവടയ്ക്കുള്ള അതേ സെയിം പൊടികളൊക്കെയാണ് എടുക്കുന്നത്. ഇവിടെ 1/4 കപ്പോളം നമ്മൾ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഈ കോൺഫ്ലവറും അതുപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു തിക്കൻസിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ. പിന്നെ നമ്മുടെ പാവയ്ക്ക അരിഞ്ഞു വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. റൗണ്ട് ഷേപ്പിലാണ് അരിയേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ബാറ്റർ തയ്യാറാക്കാൻ. ഇനി നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ഓരോ പാവയ്ക്കയും ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പാവയ്ക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ് പാവയ്ക്ക റോസ്റ്റ്. അതും ഇതുപോലെ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പാവയ്ക്ക കൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഏത് രീതിയിൽ വേണം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റും. വളരെയധികം ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ ഒരു മുള്ളുപാവൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുള്ളുപാവയ്ക്കയുടെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മളിത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി പെപ്കോഫ്ലാൻഡ് വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട. ഇനി നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.